അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDFന്റെ സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്ന അവർക്കറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ. പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാറുന്നതല്ല ദാരിദ്ര്യം. ദാരിദ്ര്യം മാറ്റാനുള്ള നടപടികളാണ് വേണ്ടത്, പ്രഖ്യാപനങ്ങളല്ല. ആ നടപടികൾ നമ്മൾ കലാകാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമ്പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് മാത്രമല്ല, ഇത് പാവങ്ങൾക്കെതിരായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അതിദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സഹായം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇത് വരുമോ എന്നതാണ് ഇപ്പം ഞങ്ങൾ ഭയപ്പെടുന്നത്. കാരണം ഇപ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ദാരിദ്ര്യരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപനം കൊണ്ട് കുറക്കാൻ കഴിയില്ല എന്നറിയാം. അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അത് മാറ്റാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഉണ്ടാകാതെ ഒരു PR ഏജൻസി പറയുന്നതനുസരിച്ചിട്ട് ഈ പ്രഖ്യാപനം നടത്തിയിട്ട് ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. സ്വന്തം മേനി നടിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവനെ പെരുവഴിയിലെത്തിക്കുന്ന സ്ഥിതി വിശേഷത്തിലേക്കാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അല്ല, ഇന്നലെയും ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു ഒഡീഷയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല. PMCയിൽ ഒപ്പിട്ട കരാറ് മാത്രമാണ് അവരുടെ മുന്നിലുള്ളതെന്നാണ്. ഇവിടെ മാധ്യമങ്ങളിലൂടെ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിട്ടുണ്ടായി, അതറിയില്ല. അത് CPI-CPM ഒത്തുകളിയായിട്ട് മാറിയതെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിന് CPI-ക്കാരാണ് അത് അന്വേഷിക്കേണ്ടത്. അല്ല, അത് കൂട്ടാമെന്ന് പറയേണ്ട കാര്യമില്ല. 2500 രൂപ പ്രകടന പത്രിക പറഞ്ഞതല്ലേ 2021. ആ 21 പറഞ്ഞ പ്രകടന പത്രിക നടത്താൻ തയ്യാറാവാത്തവർ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും 400 രൂപ കൂട്ടിയത് ഇലക്ഷന് 3 മാസം മുമ്പാണ്. ഇലക്ഷന് 3 മാസം പ്രഖ്യാപനം. അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDFന്റെ സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്ന അവർക്കറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ. അതിലൊന്നും ജനം വീഴാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ജനം തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള കാര്യം സത്യമാണ്. അല്ല, SIRന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? നിയമത്തിൻ്റെ വഴിയിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ പോകാത്തത്? കാരണം ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ആ ടൈമിംഗ് നോക്കിയാൽ അറിയാം. ഡിസംബർ 9 വരെയാണ് SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആളുകളെ ചേർക്കുന്ന പ്രക്രിയയുടെ ഭാഗമായ ആദ്യഘട്ടം തീരുന്നത്. ഡിസംബർ 9 എന്ന് പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ തീയതികളിലാണ്. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതിയിൽ തന്നെ SIR നടത്തണമെന്ന് തീരുമാനിച്ച് അവർ ആസാമിൽ മാറ്റിവെച്ചു, മഹാരാഷ്ട്രയിൽ മാറ്റിവെച്ചു, കേരളത്തിൽ മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, അവരുടെ പ്രമേയങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോകുന്നില്ല? അവരെന്തുകൊണ്ട് നിയമപരമായി ഈ വഴിയിൽ ചിന്തിക്കുന്നില്ല? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തെ SIR കൂടെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഫലപ്രദമായി SIR നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഏത് കുഞ്ഞിനും അറിയാം. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് കൃത്യമായിട്ടുള്ളത്. യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ എന്തായാലും ശക്തമായിട്ട് തുടരും, നടത്തുക തന്നെ ചെയ്യും. അല്ല, കേരളത്തിലെ പാർട്ടി ഇന്നലെ ചിന്തിച്ചിട്ടുണ്ട്. അത് വിപുലമായ പ്രതിഷേധത്തിലോട്ട് ഞങ്ങൾ പോവാണ്. 2 രീതിയിലാണ്. ഒന്ന്, വിജിലൻ്റായിട്ടിരുന്നുകൊണ്ട് പാർട്ടിയുടെ താഴെത്തട്ടിലെ കമ്മിറ്റികൾ അർഹതപ്പെട്ടവരുടെ വോട്ട് ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണം ഞങ്ങൾ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ശക്തമായ ബോധവൽക്കരണവും സമരവും ഞങ്ങൾ സംഘടിപ്പിക്കും. ഇതാണ് SIR നടക്കാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ആശം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായി, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാകും, കായംകുളത്ത് ഒരു കേന്ദ്രമന്ത്രി സ്റ്റേഷനിൽ, ഒരാഴ്ച മുമ്പേ ഓച്ചിറയിൽ കേന്ദ്രമന്ത്രി സ്റ്റേഷനിൽ. കേന്ദ്രമന്ത്രിമാരോട് മണ്ഡലത്തിൽ വരുന്നതിന് എനിക്ക് വലിയ ബഹുമാനമാണ്. അവർ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് വരാൻ അധികാരമുണ്ടല്ലോ. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്രമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലമായി പാർലമെൻറ്റിലും മനസ്സിലും. അപ്പോൾ കേന്ദ്രമന്ത്രിമാരെ
ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ജനപ്രതിനിധികളുടെ അവകാശം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ ദോഷകരമായ കാര്യം. അപ്പോൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി എന്ത് നാടകം കളിക്കാൻ അവരും മോശമെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.